വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ കൂടെയുണ്ട്. മിനിസ്റ്ററെ, പേരാമ്പ്രയിൽ ലഹരിക്കടത്തിൽ 2 അധ്യാപകരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അവർക്കെതിരെ നടപടിയും എടുത്തിട്ടുണ്ട്. പക്ഷേ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുറച്ച് ഗൗരവമുള്ള വിഷയമല്ലേ? അതിലെന്താ തർക്കമുള്ളത്? നമ്മുടെ നാട്ടിൽ ധാർമ്മികതയും സദാചാരവും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, മാതൃകയാവേണ്ടത് അധ്യാപകരാണ്. ആ പറയപ്പെട്ട കേസിൽ 2 അധ്യാപകർ അതിൽ ഇൻവോൾവഡ് ആണ് എന്ന രീതിയിലാണിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെയുള്ള നടപടി, അതിശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സ്റ്റേറ്റ് ഒന്നടങ്കം ലഹരിക്കെതിരായി, പ്രത്യേകിച്ച് രാസലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിലാണ്. നമ്മുടെ കുട്ടികൾ വളരെ സജീവമാണ് രംഗത്ത്. ഇപ്പോൾ തൂഫാൻ വന്നപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ 12 മുതൽ ഓഗസ്റ്റ് 20 വരെ 1 മില്യൺ തൂഫാൻ ഗോൾ അടിക്കണമെന്ന് പറഞ്ഞു. കുട്ടികൾ 2 ആഴ്ച തികച്ചില്ല. അതിനു മുമ്പ് 10 ലക്ഷം ഗോളടിച്ച് ഈ പ്രവർത്തനങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ നാടൊന്നാകെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നടക്കുമ്പോൾ ഇങ്ങനെ ചില കള്ളനാണയങ്ങൾ ഉണ്ടാകുന്നത് ഒട്ടും ശരിയല്ല. അത്തരക്കാർക്കെതിരെ അതിശക്തമായ നടപടി വകുപ്പിന്റെ ഭാഗത്തുണ്ടാകും. അതാണിപ്പോൾ കണ്ടത്. കീർത്തനക്കെതിരെ പരാതി നേരത്തെ ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ സ്ഥിരമായി വരുന്നില്ല എന്നുള്ള അധ്യാപകരുടെ, അത് രക്ഷിതാക്കളുടെ പരാതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ആ സ്കൂളിൽ തന്നെയാണ് BRC ഇവരെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അത് എന്താണതിൽ സംഭവിച്ചതെന്ന് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. BRC നിയമിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതാണ്. അത് എന്തായിരുന്നു അതിന്റെ കാരണം, ആരാണ് ഇത്തരക്കാരെ സംരക്ഷിക്കുന്നത്, ഇതൊക്കെ പരിശോധിച്ചിട്ട് പറയാം. ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം കൂടെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്? ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിലെ മുഴുവൻ അധ്യാപകരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ ഒറ്റപ്പെട്ട ഇങ്ങനത്തെ സംഭവങ്ങളുടെ പേരിൽ മുഴുവൻ അധ്യാപകരിലേക്കും നമ്മൾ ആ രീതിയിൽ പോകേണ്ടതില്ല. ഇപ്പൊ നിലവിൽ അതിനൊക്കെ ഒരു സംവിധാനമുണ്ട് ഇതൊക്കെ പരിശോധിക്കാൻ. അത് കാര്യക്ഷമമാക്കും. ശരി. എന്തായാലും കർശന നടപടിയെടുത്തത് ഗൗരവമായി കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്.